Today I am going to present the opioid use disorder. It is very important, especially for the Kerala PSC examination and AIMS examination. Mainly the sources of opioids are natural alkaloids and synthetic compounds. The natural alkaloids contains morphine, codeine, thebaine, nosocopine and papaverine. And the synthetic compounds are heroin, methadone, meperidine, fentanyl. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓൾ ആർ ദ നാച്ചുറൽ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുപോലെ അക്യൂട്ട് ഇൻടോക്സിക്കേഷനിൽ ഉള്ള സിംറ്റംസും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദ സിംറ്റംസ് ആർ അപ്പതി, ബ്രാഡികാർഡിയ, റെസ്പിറേറ്ററി ഡിപ്രഷൻ, പിൻ പോയിൻറ്റ് പ്യൂപ്പിൾസ്, ലോ കോർ ടെമ്പറേച്ചർ, കോമ, മൈഡ്രിയാസിസ്. മൈഡ്രിയാസിസ് സിവിയർ ഇൻടോക്സിക്കേഷനിലാണ് കാണുന്നത്. അതുപോലെ ലാർജ് ഓവർ ഡോസിൽ പേഷ്യൻ്റ് കോമയിൽ പോകാറുണ്ട്. പിന്നെ ഹീറോയിനാണ് ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്പിയോയിഡ്. അതുപോലെ തന്നെ മോർഫിനും, പക്ഷേ ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് ഹീറോയിനാണ്. ഹീറോയിൻ്റെ മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് തവണ കേരള PSC ചോദിച്ചിട്ടുള്ളതാണ്. അത് ഇൻജെക്റ്റബിൾ ആയിട്ടും സ്മോക്ക്ഡ് അല്ലെങ്കിൽ ചേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിന് പറയുന്നതാണ് ചേസിങ് ദ ഡ്രാഗൺ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നേഴ്സിംഗ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഫോർ ദ ചേസിങ് ദ ഡ്രാഗൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറാണ് ഹെറോയിൻ. പിന്നെ ഇതിൻ്റെ ഇംപ്യൂർ ഫോം സ്മാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ അത് ബ്രൗൺ ഷുഗർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എസ്പെഷ്യലി ഫോർ ഹെറോയിൻ്റെ. പിന്നെ വിത്ഡ്രോവൽ സിംറ്റം ഈ റീസെൻ്റ്ലി അസിസ്റ്റൻറ്റ് പ്രൊഫസർ നേഴ്സിംഗിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഓൺസെറ്റ് ഈസ് 12 to 24 hours ആണ്. അത് പീക്ക് ലെവലിൽ എത്തുന്നത് 24 to 72 hours ആണ്. അതുപോലെ തന്നെ ഒരു 7 to 10 days കഴിയുമ്പം സിംറ്റംസ് സബ്സൈഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ലാക്രിമേഷൻ, റൈനോറിയ, ഡയലേറ്റഡ് പ്യൂപ്പിൾ, സ്വെറ്റിംഗ്, മസിൽ ക്രാംസ്, യോണിങ്, നോസിയ, ഡയേറിയ. And the treatment overdosely we are using naloxone and naltrexone, that is opioid antagonist. And detoxification ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഥഡോൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മെഥഡോൺ ഈസ് എ സിന്തറ്റിക് കോമ്പൗണ്ട് ആണ്. പക്ഷേ ഈ സിന്തറ്റിക് കോമ്പൗണ്ട് വിത്ഡ്രോവൽ സിംറ്റംസിനെ അലിവിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഹീറോയിൻ പോലുള്ള ഇത് യൂസ് ചെയ്യുമ്പം. പക്ഷേ ഇന്ത്യയിൽ അത് യൂസ് ചെയ്യാറില്ല. പക്ഷേ UK പോലുള്ള കൺട്രികളിൽ നമ്മൾ മെഥഡോൺ യൂഷ്വലി കൊടുക്കാറുണ്ട് ടു അലിവിയേറ്റ് ദ വിത്ഡ്രോവൽ സിംറ്റംസ്. അതുപോലെ മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ മെഥഡോണും ബ്യൂപ്പിനോർഫിനൊക്കെ കൊടുക്കാറുണ്ട്. അതും എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ കറൻറ്റ് യൂസ് ചെയ്യാറില്ല, പക്ഷേ UK നമ്മൾ കൊടുക്കാറുള്ളതാണ്. ബ്യൂപ്പിനോർഫിൻ നമ്മളൊരു പാച്ചസ് ആയിട്ടും അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടും സബ്ലിംഗുലായിട്ട് കൊടുക്കാറുള്ളതാണ്. മേ ബി ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹീറോയിൻ്റെ വേറൊരു നെയിമാണ് ഡൈ അസറ്റൈൽ മോർഫിൻ. അതും മറക്കരുത്. മേ ബി അതും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ എൻ്റെ ചാനൽ ഒന്നുകൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെന്നെ ഇഷ്ടംപോലെ കണ്ടൻറ് ഇടാൻ സഹായിക്കും. ബിക്കോസ് എൻ്റെ കയ്യിൽ ഒരുപാട് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് നോട്ട്സുകളുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു.